തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പൈതൃകവും രാഷ്ട്രീയ വിശുദ്ധിയും ചരിത്രവും എന്നും പ്രസക്തമാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെയാവണം വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലുമെന്ന് വരച്ച് കാട്ടുന്നതാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പൈതൃകം. ട്രാവൻകൂർ ന്യൂസിന്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കഥ, അതിലെ ചിന്ത ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഞാനിന്ന് ആഗ്രഹിക്കുന്നു. കുറേയധികം വർഷങ്ങൾക്ക് മുൻപ്, ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപ്, അന്നത്തെ തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു കോട്ടയംകാരനുണ്ടായിരുന്നു. ഒരു കറതീർന്ന ഗാന്ധിയനായിരുന്നു അദ്ദേഹം. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഒരു മികച്ച വാഗ്മി, ഉപരി ഒരു മികച്ച സ്റ്റേറ്റ്സ്മാനും. തിരുക്കൊച്ചിയുടെ ആദ്യ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പകച്ചു നിന്ന അന്നത്തെ തിരുക്കൊച്ചി അഥവാ ഇന്നത്തെ കേരള സംസ്ഥാനം അതിനെ കൈപിടിച്ചുയർത്തി അതിൻ്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് ചിറകുകൾ നൽകിയ അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. കോടതി മുറികളിൽ കത്തിക്കേറിയിരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇരുതള വാളിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും ആഴത്തിൽ സ്വാധീനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത് മധ്യ തിരുവിതാംകൂറുകാരനായിരുന്ന തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AJ ജോണിനെ കുറിച്ചാണ്. നമുക്ക് ഏതായാലും കഥയിലേക്ക് വരാം. ഒരിക്കൽ ഒരു തിരുവോണ ദിവസം ശ്രീ AJ ജോൺ തൻ്റെ ഔദ്യോഗിക വസതിയിൽ ഒരു ലളിതമായ ഓണാഘോഷം ഒരുക്കി. ഇന്നത്തെ പോലെ ഗംഭീരമായ ഓണാഘോഷങ്ങൾ ഒന്നുമല്ല, വളരെ ലളിതമായ ഒരു ഓണസദ്യ മാത്രം. ആ തിരുവോണ സദ്യയിൽ തൻ്റെ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. സദ്യ കഴിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അവരെല്ലാവരും പിരിഞ്ഞു. അന്നത്തെ സായാഹ്നത്തിൽ ഔദ്യോഗിക വസതിയുടെ ഉമ്മറത്ത് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്ന AJ ജോണിൻ്റെ അരികിലേക്ക് അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയുമായി വരികയാണ്. കാപ്പി ഗ്ലാസ് അദ്ദേഹം മേടിക്കുന്നു. ഒരു ദീർഘനിശ്വാസത്തോടു കൂടി അദ്ദേഹം ആ ഗ്ലാസ് തൻ്റെ ചാരു കസേരയുടെ ഒരു വശത്തായി വെക്കുന്നു. എന്നിട്ട് തൻ്റെ പത്നിയോടായി അദ്ദേഹം പറയുകയാണ്. സദ്യവട്ടങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും അതിൽ സാമ്പാർ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കൂടുതലായി ഇഷ്ടപ്പെട്ടെന്നും അതിലുപയോഗിച്ചിരുന്ന മുരിങ്ങയ്ക്കായ വളരെ ഫ്രഷും രുചികരവുമായിരുന്നെന്നും ഒക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഔദ്യോഗിക വസതിയുടെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മുരിങ്ങ മരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആ മരത്തിൽ നിന്നാണ് താൻ മുരിങ്ങയ്ക്കായ എടുത്തതെന്നും. പെട്ടെന്ന് തന്നെ AJ ജോണിന്റെ മുഖഭാവം മാറുകയാണ്. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. ഭാര്യയുടെ ഔദ്യോഗിക വസതി സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അതിലെ മുരിങ്ങ മരവും അതിലെ കായ്ഫലവും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അത് അദ്ദേഹത്തിനെന്നല്ല ആർക്കും ഉപയോഗിക്കുവാൻ അനുവാദമില്ലെന്നും AJ ജോൺ ഭാര്യയോട് കാർക്കശ്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. എത്ര കിലോ മുരിങ്ങയ്ക്കയാണ് ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ അതിൻ്റെ മാർക്കറ്റ് വിലയ്ക്ക് അനുപാതമായ തുക പ്രവൃത്തി ദിവസമായ പിറ്റേ ദിവസം രാവിലെ തന്നെ സർക്കാരിലോട്ട് അടയ്ക്കണമെന്ന് അദ്ദേഹം നിർബന്ധ വാശി പിടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും എന്താണ് നടപടികൾ ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുകയാണ്. ഈ കഥയിലൂടെ AJ ജോൺ തരുന്നൊരു ബോധ്യമുണ്ട്, ഒരു ചിന്തയുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും നേതാക്കന്മാർക്കും അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർക്കും ഒക്കെ അവർക്ക് നേർക്ക് മുൻപോട്ട് വെക്കുന്ന ഒരു ചിന്ത. നിങ്ങൾ കേവലം ആമാശയ സമരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സമരസപ്പെടാത്ത ജീവിതങ്ങളായി മാറുക എന്നുള്ള വലിയൊരു ചിന്ത. ശുഭ്ര വസ്ത്രധാരികളായ നിങ്ങൾ ജനങ്ങളുടെ ഇടയിലോട്ട് കടന്നു വരുമ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ വെണ്മ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും ഉണ്ടാവണമെന്നൊരു ബോധ്യം. നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് ദിസ് ഈസ് ജോ തോമസ് സൈനിങ് ഓഫ്.